ടിഷ്യൂ കൾച്ചർ വാഴകളുടെ ഒരു തോട്ടമാണ്. ടിഷ്യൂ കൾച്ചർ വാഴകളെ പറ്റി ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണകളൊന്നും മാറ്റുന്നതിനാണ് നമ്മുടെ സ്വന്തം കൃഷി. ഇത് ചെങ്കദളിയാണ്, ഇത് റോബസ്റ്റാണ്, ഇതും റോബസ്റ്റാണ്. ഇത് നമുക്കൊരു 4 മാസമായ വാഴകളാണ് ഈ കാണുന്നത്. 4 മാസം നമ്മൾ 2 പ്രാവശ്യം 40ാമത്തെ ദിവസവും അതിനുശേഷം 30 ദിവസമായിട്ട് 2 പ്രാവശ്യം വളം കൊടുത്തിട്ടുള്ള വാഴകളാണ്. നമ്മൾ ഇതിനകത്ത് മഞ്ചേരിക്കുള്ളം വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റം ഇത് പൂവൻ വാഴയാണ്. ഇത് പൂവൻ വാഴയാണ് ഈ കാണുന്നത്. ഇത് ചെങ്കദളി നമ്മൾ കുറച്ചധികം വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്കുള്ള സ്ഥലത്തോടെ നമ്മൾ ബന്ദി കൃഷി ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ബന്ദി പൂടാറായിട്ടുണ്ട്. ഓണത്തിനേക്കുള്ള പൂവിനുള്ള ബന്ദികളാണ് ഈ കാണുന്നത്. ഇതിനിടയ്ക്കോടെ നമ്മൾ ചേന നട്ടിട്ടുണ്ട്. ഇത് വെണ്ടയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. എല്ലാ പച്ചക്കറികളും ഇതിനിടയ്ക്ക് നട്ടിട്ടുണ്ട്. ചേന നമുക്ക് നല്ല അതായത് 150 ഗ്രാം വീതമുള്ള ചേനകൾ നമ്മൾ നട്ടതാണ്. ഇത് ഓണത്തിനേക്ക് ഒരു 1 കിലോ 1.5 കിലോ വരുന്ന രീതികളിലുള്ള ചേന നമുക്ക് പറിക്കാൻ പറ്റും. വാഴക്കൃഷിക്ക് ഇടയ്ക്കോടെ ഒരു ഇടവിളയായിട്ട് നമ്മൾ ചേന ചെയ്തേക്കുന്നതാണ്. ഇത് കണ്ടോ, ചേന നിൽക്കുന്നുണ്ടോ? 150 ഗ്രാം വിത്ത് തൂക്കി നമ്മൾ മുറിച്ചെടുത്ത് നട്ട ചേനകളാണ് ഈ നിൽക്കുന്നത്. വേണ്ട എത്ര ഇത് മഞ്ചേരിക്കുള്ളം വാഴയാണ്. ഞാൻ ഒരു ഇനം തന്നെയല്ല നമ്മൾ വെച്ചേക്കുന്നത്, പ്രദർശനത്തോട്ടം എന്നുള്ള രീതിയിൽ എല്ലാ തരം ടിഷ്യൂ കൾച്ചർ വാഴകളും ഉൾപ്പെടുത്തി ഒരു തോട്ടം ചെയ്തതാണ്. ഹരിത കേരളത്തിലെ ആൾക്കാർക്കായിട്ട് സ്വർണ്ണമുഖിയാണ് ഏത്തവാഴ നട്ടേക്കുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടോ? സ്വർണ്ണമുഖിയൊക്കെ നിൽക്കുന്ന കണ്ടോ? ഇത് ഒരു സ്വർണ്ണമുഖിയാണ്. ഇത് 2 മാസത്തിനുള്ളിൽ കൊല വരാൻ സാധ്യതയുണ്ട്. ഇത് ആനക്കൊമ്പൻ വെണ്ടയൊക്കെ വിളവെടുത്തിട്ട് നിൽക്കുന്നതാണ്. ഞാൻ ആനക്കൊമ്പൻ വെണ്ടയുടെ പരസ്യമൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഇത് വിളവ് കഴിഞ്ഞതാണേ. ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഇതുണ്ടോ വിത്തൊക്കെ എടുത്തതാണേ. നമ്മൾ വിത്തുകളൊക്കെ ഇടുമ്പോൾ നമ്മളുടെ സ്വന്തം കൃഷിയിൽ നിന്നാണോ എന്നൊക്കെ ആൾക്കാർക്കൊരു സംശയമൊക്കെ വരുമല്ലോ. അതുകൊണ്ടൊന്ന് കൃഷിത്തോട്ടം സ്വയം ചെയ്യുന്നതാണേ. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ സ്വയം ചെയ്യുന്ന കൃഷികളാണ് കേട്ടോ ഇത്. കൃഷിപ്പണികളൊക്കെ ഞങ്ങൾ തന്നെയാണേ, പെണ്ണുങ്ങൾ തന്നെയാണേ. ഇത് കണ്ടോ, ഇതൊരു പരീക്ഷണമാണ്. ഒരു മൂട്ടിൽ 3 റോബസ്റ്റ തൈകൾ ഒരുമിച്ച് നടുന്നത്. 3 കൊല്ലം നമുക്ക് ഒരുമിച്ച് വെട്ടാൻ പറ്റും. ഇങ്ങനെയും ആൾക്കാർക്കൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്യാട്ടോ. ചേനകൾ കണ്ടോ നിൽക്കണേ. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമായിട്ട് പോരായ്മകളൊക്കെ ഉണ്ടാവാമായിരിക്കും. അതൊക്കെ സദയം ക്ഷമിച്ചേക്കണേ.